കഴിഞ്ഞ ദിവസമാണ് നമുക്ക് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. കണ്ണൂരിൽ ആ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ഇറങ്ങിയ തിരുവനന്തപുരം സ്വദേശി രാജേഷിനുണ്ടായ അപകട മരണം. അതെ. പക്ഷെ അത് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് രാജേഷിനോട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഭരണവർഗം കാട്ടിയ അനാദരവാണ്. ആ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇത്രയും അവഗണന എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഞെട്ടിപ്പിക്കും ആരെയും. അത് സ്വന്തം ജീവൻ കൊടുത്ത് മറ്റൊരാളെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തോട് അനാദരവ് കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ക്ഷമ അർഹിക്കുന്ന ഒരു കാര്യമില്ല. കാരണം അതെ, മറ്റു വിഷയങ്ങളിൽ നമ്മളൊരു തെറ്റ് പറ്റി അത് യാദൃശ്ചികം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിനെ അല്പമെങ്കിലും ഒന്ന് മയപ്പെടുത്താം. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഇതെല്ലാവരും അറിഞ്ഞ് ഇത്രയധികം വാർത്തകളിലെത്തി അത്തരത്തിൽ മലയാളികൾ എല്ലാവരും തന്നെ അറിഞ്ഞ ഒരു സംഭവം അതിനോട് ഇത്തരം ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ്. മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. കാരണം നമുക്ക് അറിയാം, അപ്പോൾ രാജേഷ് വെള്ളത്തിൽ അദ്ദേഹം ഈ ഒരു മനുഷ്യനെ രക്ഷിച്ച് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു. അദ്ദേഹത്തിന് വേണ്ടി തെരച്ചിൽ തുടരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് പോലും. അപ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇതിൻ്റെ ഒരു റവന്യൂ പോലീസ് എല്ലാവരും നോക്കണം. എങ്കിൽ പോലും ഇതിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ സർക്കാരിൻ്റെ ജോലിയാണ്. കാരണം സർക്കാർ ഒരു അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലായിരുന്നു തോന്നണമെങ്കിൽ പോലും തഹസിൽദാരായിരുന്നു അതിന്റെ ചുമതല. ഒരു താലൂക്കിൽ തഹസിൽദാർക്കാണ് ഇതിൻ്റെ ചുമതല എപ്പോഴും വരുന്നത്. അദ്ദേഹം ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അവർ നെട്ടോട്ടം ഓടുമ്പോൾ. മാത്രമല്ല ഒന്ന് ആലോചിക്കണം, കണ്ണൂരിൽ നിന്ന് ഒരു ആംബുലൻസ് തിരുവനന്തപുരത്ത് ഓടിയത് എത്ര മണിക്കൂർ എടുക്കും? ഇതിപ്പോൾ 17 മണിക്കൂറോളത്താണ് ഇത് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ അത് വഴിയിൽ 2 ആംബുലൻസ് പലവണ മാറ്റിയാണ്. ഇതിൽ ഏറ്റവും ക്രൂരമായ കാര്യം, ഈ യാതൊരു ഫ്രീസർ സംവിധാനം ഇല്ലാത്ത ഒരു ആംബുലൻസിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കെട്ടിയാണ് ഈ മനുഷ്യൻ്റെ മൃതദേഹം അവിടെ നിന്ന് കൊടുത്തയച്ചത്. ഇത് ഒരിക്കലും ക്ഷമ അർഹിക്കുന്ന ഒരു ഇതിന് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഒരു മൃതദേഹത്തോട് നമ്മളെ എത്ര വിരോധമുള്ളതാണെങ്കിൽ പോലും നമ്മുടെ മൃതദേഹത്തോട് ഒരിക്കലും നമ്മൾ അനാദരവ് കാണിക്കാൻ പാടില്ല എന്ന് പറയും. ശത്രുവിനോട് പോലും നമ്മൾ മരണസമയത്ത് റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് പറയും. അല്ല, അതെപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇതിപ്പോൾ പറയാൻ കാരണങ്ങളിലൊന്ന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും പി ടി ചാക്കോയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. പി ടി ചാക്കോ അറിയാം, അദ്ദേഹം കോട്ടയം സ്വദേശിയാണെങ്കിൽ അദ്ദേഹം അന്തരിച്ചത് കോഴിക്കോട്ട് വെച്ചാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് വാനിൽ കയറ്റിക്കൊണ്ടാണ് വന്നത് തിരുവനന്തപുരത്തേക്ക്. ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. നിലവിൽ സിറ്റിംഗ് അദ്ദേഹം എം എൽ എ, അന്ന് അദ്ദേഹം എം എൽ എ തന്നെയാണ്. അങ്ങനെ ഒരാളിൻ്റെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ വഴിനീളെ ആദരാഞ്ജലി അർപ്പിക്കാൻ പലരും കാത്തു നിന്നിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പോലീസ് വാൻ ഒരിടത്തും നിർത്താതെ, കോഴിക്കോട്ട് നിന്ന് തിരിച്ച പോലീസ് വാൻ ഒരിടത്തും നിർത്താതെ നേരെ കോട്ടയം വരെ ഒറ്റോട്ടത്തിന് വന്നു എന്നാണ് പറയുന്നത്. അത് അന്നത്തെ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്ന വലിയൊരു ആരോപണമായിരുന്നു. കാരണം പിടിച്ചാക്കോയെ പോലെയുള്ള ഒരു വളരെ പ്രഗത്ഭനായ ഒരു നേതാവ്, അല്പം മുമ്പ് ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മൃതദേഹത്തോട് ആദരവ് കാട്ടിയില്ല എന്നുള്ളത് അന്ന് വലിയ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു. അത് ആണല്ലോ ഒരു അത് ആ പോലീസുകാരെ കുറിച്ച് അതൊരു പൊളിഞ്ഞ പോലീസ് ചാനൽ കൊണ്ടുവന്നതാണ്. യാതൊരു തരത്തിലുമുള്ള നമുക്കറിയാം നമ്മുടെ ആദരവ് കാട്ടുക എന്നതിനേക്കാൾ ഉപരി അനാദരവ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. അപ്പോൾ അത് ഒരുപക്ഷെ ശങ്കർ മന്ത്രിസഭയുടെ തകർച്ചയ്ക്ക് പോലും വഴിവെച്ച കാര്യങ്ങൾക്ക് പിന്നിൽ ഇതുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയായിരിക്കാം, നമുക്കറിയില്ല, നമ്മളൊന്നും ജനിച്ചിട്ടില്ലാത്തതുകൊണ്ട്. എങ്കിൽ പോലും ഇത് കടന്ന കൈയായിപ്പോയി. എന്തായാലും ഇയാൾക്ക് ഈ തഹസിൽദാർ കല്യാണ വീട്ടിൽ പോയി അവിടെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അറിയാം. നമുക്ക് മനുഷ്യനെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തന്നെയാണ്. മാത്രമല്ല, ഈ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പണമില്ല എന്നുള്ളത്, അവിടെ ഫണ്ടില്ല, അതിൻ്റെ പണത്തിൻ്റെ തടസ്സം ഉണ്ടായിരുന്നതാണ് കളക്ടറിൻ്റെ വിശദീകരണം. പക്ഷെ അതൊരു വിശദീകരണമാണോ? ദുരിതാശ്വാസ ഫണ്ടില്ലേ അവിടെ? എല്ലാ ജില്ലയിലും ദുരിതാശ്വാസ ഫണ്ട് കളക്ടർ കയ്യിൽ കാണുമല്ലോ. ഇത്രയും വലിയ ത്യാഗം ചെയ്തൊരു മനുഷ്യനല്ലേ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഈ ബന്ധുക്കൾ അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവരൊരു മണ്ണാങ്കട്ടം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് വീട്ടുകാരും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോൾ ഇവരൊന്നും ചെയ്യുന്നില്ല. അവസാനം അവരുടെ ഒരു കർശന നിലപാടിലാണ് ഇത്രയെങ്കിലും അനുവദിച്ച് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയെങ്കിലും ഈ മൃതദേഹത്തിനെ കൊണ്ടുവരാൻ അവർ കൊടുത്ത് പ്ലാസ്റ്റിക് കവറിലിട്ട് മൃതദേഹം കൊണ്ടുവരിക. സ്വാഭാവികമായും നമ്മുടെ മനുഷ്യ ശരീരമാണ്, അത് മരിച്ച് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ പുറത്ത് വെള്ളത്തിലായിരുന്നു. വെള്ളത്തിനകത്തന്നെ ഭൗതികദേഹം കണ്ടെത്തിയതൊക്കെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ കരച്ചിലിൻ്റെ അച്ഛൻ്റെ മുഖം കാണാൻ പറ്റില്ല എന്നുള്ളത് അതൊരു ഭയങ്കര നമ്മുടെ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തോടുള്ള ആ ഒരു പ്രതിഷേധമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളതിനെ കണക്കാക്കേണ്ടതാണ്. എൻ്റെ അച്ഛൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഇവർക്ക് എംബാം ചെയ്ത് കൊണ്ടുവരാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല. ഏതായാലും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നുണ്ട്. മന്ത്രി എ പി അനിൽകുമാർ, റവന്യൂ മന്ത്രിയാണ്, അദ്ദേഹം ഇതേക്കുറിച്ച് കർശന നിലപാട് സ്വീകരിക്കുന്നത്. പറഞ്ഞ നിലപാടെടുക്കണം അക്കാര്യത്തിൽ. കാരണം അത് ശരിയല്ല. ഇനി
നമ്മളെല്ലാ മനുഷ്യരും ഈ മൃതദേഹങ്ങളോട് ആദരവ് കാണിക്കുക എന്നുള്ളത്, നമ്മുടെ ശത്രുവിനെ മരിച്ചെങ്കിൽ പോലും നമ്മൾ പിന്നെ അത് ആരും ഒരിക്കലും അത് കാണിക്കില്ല. അതെ. നമ്മൾ അവരുടെ ആദരവ്, മൃതദേഹത്തോട് എപ്പോഴും നമ്മൾ ആദരവ് കാണിക്കണമെന്നാണ് നമ്മുടെ ഒരു സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം അതാണ്. പക്ഷെ അതിന് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ മൃതദേഹത്തോടൊപ്പം തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത ആ മനുഷ്യരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. വല്ലാത്ത അവസ്ഥയല്ലേ അത്. ശരിക്കും അവിടെ വരുമ്പോൾ ആംബുലൻസ് മാറ്റേണ്ടി വന്നു. അവസാനം അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഈ ബോഡി ഡീക്കേ ആയി എന്നുള്ളത് മനസ്സിലായപ്പോൾ ആംബുലൻസ് മാറ്റി തൃശ്ശൂർ ചാവക്കാടങ്ങൾ വെച്ചാണ് ഒരു ആംബുലൻസ് മാറിയത്. ആ ആംബുലൻസ് തകരാറില്ല, അടുത്തൊരു ആംബുലൻസ് കയറ്റുന്നു. അത് വെള്ളപ്പൊക്കത്തിൽ ഈ ചെങ്ങന്നൂരിൻ്റെ ഭാഗത്ത് എവിടെ വെച്ച് വെള്ളപ്പൊക്കം വന്നു, വെള്ളം പൊങ്ങി, അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചത്. എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള ചോദ്യം, ഈ സർക്കാരിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്, ആരും അതൊന്ന് ചിന്തിക്കാഞ്ഞത്? അതിനേക്കാൾ വരെ എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം, ഇത്തരം ഒരു സംഭവം, ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ, ഈ തഹസിൽദാരുടെ വാർത്ത നമ്മൾ കണ്ടത് ആ സമയത്ത് അദ്ദേഹം അവിടെ കല്യാണ സദ്യ ഉണ്ണാൻ പോയി എന്നുള്ള. അപ്പൊ ഈ ഒരു വേദനിപ്പിക്കുന്ന സംഭവം നടക്കുമ്പോൾ മറ്റൊരാൾക്ക് നമുക്കിങ്ങനെ ആഘോഷത്തിൽ മുഴുകാൻ കഴിയുക എന്നുള്ളത് അതൊരു മറ്റൊരു മാനസികാവസ്ഥയാണ്. അതെ, ഇത് ഈ തഹസിൽദാരെ കുറിച്ച് നമുക്കറിയില്ല, അതിൻ്റെ പേരോ അതിൻ്റെ വിശദാംശങ്ങളോ നമുക്കറിയില്ല. ഇതിൽ പല സാധ്യതകളുണ്ട്. ഒന്ന്, യാതൊരു മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിൽ പെരുമാറുക. ശരി, അത് എൻ്റെ ആരും അല്ലല്ലോ, ഏതോ ഒരുത്തം ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് തെക്കുള്ള ഒരുത്തം വന്ന് രക്ഷയ്ക്ക് ഇറങ്ങി മരിച്ചു എന്നുള്ള ഒരു പുച്ഛത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതല്ലെങ്കിൽ വേറെ സാധ്യത കാണുന്നത് അന്തംകമ്മിയായിരിക്കാം ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും. ഇത് സർക്കാരിനെ പരമാവധി നാറ്റിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടന്ന സംഭവങ്ങൾ എടുത്തു നോക്ക്. ഈ ഔദ്യോഗിക ഭാഗത്തു നിന്നുണ്ടായ പിന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് കാരണം സർക്കാർ ഉത്തരം പറയണമെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഈ പ്രളയ വിഷയത്തിൽ പലയിടങ്ങളിലും വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ്. അത് പഴി കേൾക്കുക സർക്കാരാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അന്തംകമ്മികൾ ഇടുന്ന കുറിപ്പ് കണ്ടിട്ട് അനുഭവിക്കട്ടവന്മാരെന്ന്, ഞങ്ങളുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ചെയ്തതല്ലേ, അനുഭവിക്കട്ടെ, മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ത്രീകൾ പോലും, ഈ അന്തംകമ്മികളായ സ്ത്രീകൾ പോലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാണ് കുറേ ചാവട്ടെ എന്നുള്ള രീതി. മാത്രമല്ല, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ബോഡി കൊണ്ടുവരുന്ന ഈ ഒരു വിഷയം, ഇതൊക്കെ ആളുകളെ കുറച്ച് വൈകാരികമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലൊരു അനാദരവ് കാണിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും അത് ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ശബ്ദം ഉയരാൻ ഒരു കാരണമാകാം. ഈ ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു ഉദ്ദേശം ഒരുപക്ഷെ അതാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിനകത്ത് തെറ്റുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായതല്ലേ, കൊല്ലത്തുനിന്ന് ഈ ഇതുപോലെ പിന്നെ മഴക്കാലത്ത് മീൻപിടുത്തത്തിന് പോയ കൊടുങ്കാറ്റും എന്തോ പ്രശ്നം, ബോട്ടുകൾ അപകടത്തിൽ ഒരവസ്ഥ വന്നു. അപ്പോൾ അവരെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാരണം വയർലെസ് ഒക്കെ ഉണ്ട്. അന്ന് കൊല്ലത്ത് ജീവൻ രക്ഷക് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യബന്ധന വകുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു, ഫിഷറീസ് വകുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു ടഗ് ഉണ്ടായിരുന്നു. ടഗ് എന്ന് പറഞ്ഞാൽ വലിയ അപകട അവസ്ഥയിൽ കൊണ്ടുപോയി അവരെ രക്ഷിക്കാൻ സംവിധാനങ്ങളുള്ള ഒരു ബോട്ടാണ്. അപ്പോൾ ഈ ടഗ്, അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വന്ന് ടഗ് എടുക്കാനുള്ള ഏർപ്പാടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ടഗ് പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പെർമിഷൻ വാങ്ങിക്കണം അതിന്. അപ്പോൾ തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ അന്ന് അതിൻ്റെ ചുമതല ഏതോ വലിയൊരു ഉദ്യോഗസ്ഥൻ, ഇതിന് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അനുമതിയുണ്ടോ, തഹസിൽദാരുടെ അനുമതി, അത് വാങ്ങിച്ചോണ്ടോ ഇത് വാങ്ങിച്ചോണ്ടോ എന്ന് പറഞ്ഞ് ഇവരെ വട്ടം ചുറ്റിക്കാൻ. അന്നത്തെ പോലെ ഇമെയിൽ അയക്കാനെന്നുള്ള സംവിധാനമുള്ള കാലമല്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ അവസാനം ഈ ടഗ് ഇയാൾ പറഞ്ഞ എല്ലാ ഫോർമാലിറ്റീസും അനുസരിച്ച് ഇറങ്ങിയപ്പോഴേക്കും ആൾ മരിച്ചു. ഈ ആളിൽ കടലിൽ പോയ ഈ മത്സ്യത്തൊഴിലാളി പാവങ്ങൾ അവർ നിലയില്ലാ കയത്തിലേക്ക് പോയി, അവർ മരിച്ചു. ആ ഉദ്യോഗസ്ഥനെ പിരിച്ചു വിട്ടു. എനിക്ക് പിന്നെ കേക്കരനാരാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി തോന്നുന്നു. ഉദ്യോഗസ്ഥനെ പിരിച്ചു, ഉന്നത ഉദ്യോഗസ്ഥനാണ്, പിരിച്ചു വിട്ടു. ഇവിടെയും ഒരു ശക്തമായ നിയമ നടപടി എടുക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, അത്തരം ഒരു നടപടി എടുത്തുകൊണ്ട് ഈ പറയുന്ന അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഇത് വേണം. കാരണം അതായത് ഞങ്ങൾ എന്ത് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ, ആ ഒരു മനോഭാവം, ഇവരുടെ മനോഭാവം മാറണം. അതിന് ഈ പറയുന്ന ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നിയമ നടപടിയുടെ ആവശ്യം ഇവിടെ ഉണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ ഇക്കൂട്ടത്തിൽ വേറൊരു കാര്യം, ഒരുപക്ഷെ ഈ നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള ആളുകൾ മുഴുവൻ ഇപ്പോഴും CPM-മാർ തന്നെയാണ്. അപ്പം ഇത്തരത്തിലൊരു വിവാദം ഉയരുമ്പോഴും ഈ ഇവരുടെ ഈ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള ഒരു സംരക്ഷണം എന്തായാലും ഇവർക്ക് കിട്ടും. അപ്പൊ അത്തരത്തിൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും അല്ലേ എല്ലായ്പ്പോഴും നമ്മൾ കാണാറുള്ള എന്താണ്, പിന്നെ ഒരു വിവാദം ഉണ്ടാവും, നമ്മൾ 5-6 ദിവസം നമ്മളത് വലിയ സംഭവമാക്കുന്നു. അത് കഴിയുമ്പം ഇതിനേക്കാളും വേറൊരു വിവാദം വരും, ഇതങ്ങ് മറന്നു. കേരളത്തെ നടുക്കി എത്ര സംഭവങ്ങൾ എന്തെങ്കിലും ഫോളോ അപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര അത് പറയാൻ തുടങ്ങി അതിന് വേണ്ടി നമ്മൾ വേറെ 2-3 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ആരും ഓർക്കുന്നില്ല, പിന്നെ അതിന് എന്ത് സംഭവിച്ചു, അതിലുൾപ്പെട്ട ആളുകൾ, ഈ വലിയ വലിയ കേസുകൾ ഉൾപ്പെട്ട എത്ര പേര് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി അവർ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അത് നമ്മുടെ കേരളത്തെ നടുക്കി ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നേരത്തെ വന്നാൽ ഒരുപാട് സമയമെടുക്കും.
എങ്കിൽ പോലും ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ചില ഈ സർക്കാർ ഓഫീസുകളിൽ പണ്ടൊക്കെ നമുക്കറിയാം, സർക്കാർ ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസിലൊക്കെ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഉള്ള സാധാരണക്കാരെ മനുഷ്യരോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഒരു മോശം പെരുമാറ്റം നമ്മൾ പലപ്പോഴും കണ്ടുള്ളത്. പക്ഷേ ഇന്നത് മാറി. ഇന്ന് വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ സാധാരണ എവിടെ ചെന്നാലും ഒക്കെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട നല്ല ചെറുപ്പക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ പടപട ശരിയായി തരും. ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ജസ്റ്റിനൊക്കെ നമ്മളൊക്കെ വില്ലേജ് ഓഫീസിൽ പല കാര്യത്തിനും പോയിട്ടുള്ളതല്ലേ, നമ്മളൊരിക്കലും അവർ നിർത്തി വനക്കെടുത്തില്ല. നമ്മളെ നല്ല ആരെടുത്ത് പറയുന്നത് പെരുമാറുന്നത് കണ്ടില്ല. അവർ ഇന്ന് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഇതിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല പെരുമാറ്റമുള്ള നല്ല പുതിയ തലമുറ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നവീൻ ബാബു എന്നെ പറഞ്ഞു, അദ്ദേഹം കണ്ണൂരായിരുന്നു ജോലി ചെയ്തെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച ക്രൂരതയുണ്ട്. കളക്ടർ പോലും ആകാശത്തോട്ട് നോക്കിക്കൊണ്ട് ചിരിക്കുകയായിരുന്നല്ലോ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവമാനിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഈ അവിടെ മുഴുവൻ ഈ എന്താണ് കമ്മി ഉദ്യോഗസ്ഥന്മാർ വലിയ തോതിൽ അവർ അവരെ ക്ലച്ചസ് അവിടെ മുറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക അതായിരിക്കും ഇത്. സർക്കാരിന് മോശമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും. ഓക്കെ, ഇവരെ പൈസ ഫണ്ടൊന്നുമില്ലെങ്കിൽ ഇവർ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുകൂടി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോയി നമുക്ക് ഇപ്പോൾ പൈസയ്ക്ക് തട്ടുണ്ട്, ഈ ഇത് തണുപ്പ് സംവിധാനം, കൂളിംഗ് സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താണ് ഒരു കാര്യം വ്യക്തമാക്കൂലായിരുന്നു. ചെയ്യേണ്ടത് ഇതിന് ഉത്തരവാദികളെ പിരിച്ചുകൊണ്ട് സർവീസ് നിർബന്ധമായി. കാരണം നമ്മുടെ നാടിന് വേണ്ടി മരിച്ച ഒരു മനുഷ്യനോട് കാണിച്ച അനാദരവിൻ്റെ പേരിൽ അവരെ പിരിച്ചു വിടണം. അവരവർ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, മൃതദേഹത്തെ അനാദരിച്ചതിന് കേസ് എടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു തരത്തിൽ ഇവർ മാപ്പ് അർഹിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് എല്ലാവരും. മനുഷ്യനോട് എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ മൃഗത്തോട് പോലും നമ്മളിങ്ങനെ ചെയ്യാറില്ല. ഒരു റോഡ് സൈഡിൽ ഒരു മൃഗത്തിൻ്റെ ഒരു മൃതദേഹം കണ്ടാൽ പോലും നമ്മളതിനെ മാന്യമായി സംസ്കരിക്കാനേ എല്ലാവരും ആവശ്യപ്പെടുള്ളൂ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുഖ്യമന്ത്രി പോലും കരഞ്ഞുപോയി. ആ മനുഷ്യൻ്റെ രാജേഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പോലും കരഞ്ഞുപോയി. അത് ഹൃദയമുള്ള ഏത് മനുഷ്യനും കരച്ചിൽ വരുന്ന ആ ഒരു അവസ്ഥയാണ്. പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പെരുമാറി എന്നുള്ളത്, അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർശന നിലപാട് തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. കാരണം ഇതൊരു മാതൃകയായിരിക്കണം. നാളെ ആർക്കും സംഭവിക്കും. ഞാൻ അതാണ് മുമ്പേ പറഞ്ഞു, ഇവരുടെ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് ഇവരുടെ ഒരു തോന്നൽ കൂടിപ്പോയാൽ ഇത്ര ആ ഒരു തോന്നൽ മാറാൻ ഒരു നടപടി വേണം. എങ്കിലേ ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇങ്ങനെ ആവും എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ലഭിച്ചേ കഴിയുള്ളൂ.